SC/ST സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 85ാമത് പരിനിർവാണ ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravur. മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം പരിനിർവാണ ദിനാചരണം SC/ST സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ ടൗൺ ഹാളിൽ ശ്രദ്ധാപൂർവം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക മുന്നേറ്റത്തിലൂടെയും ജനതയുടെ പുരോഗതി സാധ്യമാക്കുമെന്ന സന്ദേശം സമൂഹത്തിന് നൽകി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയെ അനുസ്മരിച്ചായിരുന്നു ചടങ്ങുകൾ. വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം പുഷ്പാർച്ചനയോടെ ആരംഭിച്ചു. സംയുക്തവേദി ചെയർപേഴ്സൺ ലത കോലോത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ MA ഷാജൻ സ്വാഗതം ആശംസിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ മാളവിക ബിന്നി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി വിദ്യാഭ്യാസത്തെ സമൂഹ മാറ്റത്തിന്റെ ശക്തമായ ആയുധമായി കണ്ടിരുന്നുവെന്നും ഇന്നത്തെ തലമുറ അദ്ദേഹത്തിന്റെ സമരചരിത്രവും ആശയങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കാൻ വിദ്യാഭ്യാസം തന്നെ പ്രധാന മാർഗമാണെന്നും മാളവിക ബിന്നി ചൂണ്ടിക്കാട്ടി. പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, പുതിയ ചരിത്രങ്ങൾ എഴുതുന്നതാണ്. പുതിയതായിട്ട് വഴിവെട്ടി വന്നവരുടെ ചരിത്രം എഴുതുന്നതാണ് ഒരു ചരിത്രകാരിയുടെ അല്ലെങ്കിൽ ഒരു ചരിത്രകാരിയുടെ ദൗത്യം. ധൈര്യമായിട്ട് എഴുതിക്കോളാൻ പറയുകയും അങ്ങനെ ആ പിന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റിന്റെ ആദ്യ കാലഘട്ടമായിരുന്നു. അതുകൂടെ വെച്ചിട്ടാണ് ഞാൻ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ പ്രബന്ധം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് കൂടെയുള്ള വിദ്യാർത്ഥികളും അതേപോലെ തന്നെ 3 ടീച്ചേഴ്സാണ്, മാർക്കുകളാണ്. അവർ 3 പേരും എന്നോട് ചോദിച്ചത് ഇതാണ്. ഇത് എൻ്റെ ഒരു വളരെ ചെറിയ പ്രബന്ധം, ഞാൻ ഇന്ന് അതിൻ്റെ ലോകത്ത് അങ്ങനെ അതൊരു MPhil വിദ്യാർത്ഥി എഴുതുന്ന അതിൻ്റെ എല്ലാ പരിമിതികളും ഉള്ള ഒരു പ്രസന്റേഷനായിരുന്നു ഞാൻ അന്ന് ചെയ്തത്. പക്ഷേ ഈ ചെറിയ പ്രസന്റേഷൻ കഴിഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ബിഹാരി ആയിട്ടുള്ള ഒരു മേജർ പ്രൊഫസർ എന്നോട് പേര് പറയാൻ പറഞ്ഞ മേജർ പ്രൊഫസർ എന്നോട് ചോദിച്ചിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു മഹാത്മാവിനെ കുറിച്ച് നിങ്ങളുടെ ഈ കേരളക്കാരായിട്ടുള്ള പ്രൊഫസേഴ്സോ ഹിസ്റ്റോറിയൻസോ ഒരു മേജർ വർക്ക് എഴുതാറ്? ഇദ്ദേഹം മാർക്സിനെ പോലെ അറിയപ്പെടേണ്ട, അല്ലെങ്കിൽ ലെനിനെ പോലെ അറിയപ്പെടേണ്ട, ഷെഗുവേരയെ പോലെ അറിയപ്പെടേണ്ട ഒരാളല്ലേ? ഇങ്ങനെ ഒരാൾ ഇന്ത്യയിൽ നിന്നുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് അഭിമാനമല്ല. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ഒരു മറാഠി പ്രൊഫസറാണ്. ഒരു മറാഠി പ്രൊഫസറിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവരുടെ നാട്ടിൽ എങ്ങാനും ആയിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നേക്കും. ലോകം അറിയുന്ന ഒരു ഹീറോ ആയിട്ട് അദ്ദേഹം വാഴ്ത്തപ്പെട്ടേ. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ ജനറൽ സെക്രട്ടറി K. കരുണാകരൻ, KDP സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ജ്യോതിവാസ് പറവൂർ, ആദി ദ്രാവിഡ സാംസ്കാരിക സഭ മധ്യമേഖല അധ്യക്ഷൻ K. സോമൻ, KDP ജില്ലാ പ്രസിഡന്റ് ലൈജു മങ്ങാടൻ, KSVM-S പറവൂർ താലൂക്ക് സെക്രട്ടറി A. രാധാകൃഷ്ണൻ, കേരള ഉള്ളാട മഹാസഭ താലൂക്ക് സെക്രട്ടറി VM രമേശ്, കൈതാരം പുലയ ഐക്യസമാജം സെക്രട്ടറി NK ബിജു, മഹാത്മാ പുലയ മഹാസഭ കരിപ്പറമ്പ് സെക്രട്ടറി ശശാങ്കൻ, കൈരളി പുലയർ മഹാസഭ തിലകൻ MG, SC/ST സംരക്ഷണ സമിതി കൈതാരം PD സന്തോഷ് കുമാർ, സ്വജന സമുദായ സഭ അനിൽ KP, പുലയ സമാജം കോട്ടുവള്ളി വടക്കുംഭാഗം സെക്രട്ടറി KK ദാസൻ, TKHS തത്തപ്പിള്ളി സെക്രട്ടറി AS സജീവ്, ഡോക്ടർ അംബേദ്കർ കർമ്മസമിതി സുഗുണൻ PT, മാസ് കെടാമംഗലം പ്രസിഡന്റ് KP മനോജ് കുമാർ, മോഹനൻ KPMS വാണിയങ്കാട്, വിജയൻ മാതൃദേശം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനവും ആദരവും നൽകി. CST സംയുക്തവേദി കൺവീനർ മീര തിലകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പറവൂർ.